2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 2025-26 വർഷത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി മെയ് മാസം 24-ാം തീയതി യൂണിഫോം, പാഠപുസ്തകം എന്നിവയുടെ വിതരണോദ്ഘാടനം സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ടു. കൂടാതെ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഒന്നൊരുക്കം എന്ന പേരിൽ പഠനോപകരണ നിർമ്മാണ ശില്പശാലയും നടത്തിയത് ശ്രദ്ധേയമായി. മണ്ണാർക്കാട് BPC ശ്രീ KK മണികണ്ഠൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ഷമീർ നമ്പ്യത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SMC ചെയർമാൻ ശ്രീ മുജീബ് പെരുമ്പിടി പാഠപുസ്തക വിതരണോദ്ഘാടനവും PTA വൈസ് പ്രസിഡന്റ് ശ്രീ P ഖാലിദ് യൂണിഫോം വിതരണോദ്ഘാടനവും നടത്തി. ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 2-ന് അക്ഷരദീപം തെളിയിക്കൽ, സെൽഫി കോർണർ, സ്റ്റിക്കർ ബോർഡ് തുടങ്ങിയ വിവിധ പരിപാടികളോടെ ഗംഭീരമായി നടന്ന മുനിസിപ്പൽ തല പ്രവേശനോത്സവം മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ C മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലഡു വിതരണവും ഉണ്ടായിരുന്നു. 1904 സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ ഇന്ന് LKG മുതൽ 7-ാം ക്ലാസ് വരെ 743 കുട്ടികൾ പഠനം നടത്തുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിനായി 2 ബസ്സുകൾ സ്കൂളിന് സ്വന്തമായുണ്ട്. ഒന്ന് MLA അനുവദിച്ചതും മറ്റൊന്ന് MP അനുവദിച്ചതുമാണ്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസുകൾ വിദ്യാലയത്തിന്റെ അഭിമാനമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ലഭിച്ച 8 ക്ലാസ് മുറികൾ അടങ്ങിയ കെട്ടിടത്തിന് പുറമെ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 8 ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടം കൂടി ലഭ്യമായപ്പോൾ GMUPയിലെ കുട്ടികളുടെ അധ്യയന സൗകര്യം വളരെയധികം വികസിച്ചു. കഴിഞ്ഞ വർഷം എല്ലാ ക്ലാസ് മുറികളും വരാന്തകളും മുറ്റവും ടൈൽ പാകി മനോഹരമാക്കപ്പെട്ടപ്പോൾ GMUPയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും മുൻപന്തിയിലായിട്ടുണ്ട്. കുട്ടികളുടെ പാഠ്യവിഷയങ്ങളിലും പാഠ്യപ്രവർത്തനങ്ങളിലും അധ്യാപകർ ബദ്ധശ്രദ്ധ പുലർത്തി വരുന്നുണ്ട്. അതിന് തെളിവാണ് കഴിഞ്ഞ വർഷം നമുക്ക് നേടാനായ 12 LSSഉം 11 USSഉം. സ്കോളർഷിപ്പ് നേട്ടത്തിന് അർഹരായ കുട്ടികളെ അഭിനന്ദിക്കാൻ HM, അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു. അവർക്ക് മധുര വിതരണവും നടത്തി. റിഷ PP, മാസിൻ, അനൂജ്, സബ്ഹാൻ, തേജസ് M ജിജു, ഷിഫ ഫാത്തിമ, സിയ, ആവണി, നിഹ ഫാത്തിമ, മുഹമ്മദ് ഷാമിൽ എന്നിവരാണ് USS നേടിയത്. ഇതിൽ സിയ എന്ന മിടുക്കി 90-ൽ 88 മാർക്ക് നേടി പാലക്കാട് ജില്ലയിലെ ടാലന്റഡ് സ്റ്റുഡന്റായി മാറുകയും ചെയ്തു. ഫാത്തിമ ഹനീന, ആരവ് P ശ്യാം, അനവദ്യ, ഫാത്തിമ ഹന്ന, അദ്നാൻ P, മുഹമ്മദ് നിഷാൻ, ഇഷ ഫാത്തിമ, ഫാത്തിമ നൌഫ, അദ്നാൻ, ഷഹസാദ്, പാർവണ എന്നിവരാണ് LSS ജേതാക്കൾ. അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിയ ചിട്ടയായ പരിശീലന ക്ലാസുകളും മാതൃകാ പരീക്ഷകളും രക്ഷിതാക്കളുടെ തികഞ്ഞ പിന്തുണയും കുട്ടികളുടെ കഠിന പ്രയത്നവുമാണ് ഈ ഉജ്ജ്വല വിജയത്തിന് ഇടവരുത്തിയത്. ദേശാഭിമാനി, ദീപിക എന്നീ ദിനപത്രങ്ങൾ സ്കൂൾ ആരംഭം മുതൽ ഇന്നുവരെയും എല്ലാ ക്ലാസ്സിലേക്കും ലഭിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പുകൾ, 1-ാം ക്ലാസ്സിലേക്ക് വർണ്ണാഭമായ കുഞ്ഞു ബെഞ്ചുകളും ഡെസ്കുകളും, വിദ്യാലയ അങ്കണത്തിൽ ബാക്കിയുള്ള ഭാഗം കൂടി കട്ടപതിക്കൽ, അടുക്കളയ്ക്ക് മുകളിൽ ഡ്രസ് വർക്ക് തുടങ്ങി ഒരു വിദ്യാലയത്തിന്റെ സർവതോമുഖമായ വികസനത്തിന് ആവശ്യമായതെല്ലാം നൽകി വരുന്ന മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയോടുള്ള അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുരുന്നുകൾക്കുള്ള കളിയുപകരണങ്ങളായ സീസോ, ഊഞ്ഞാൽ, സ്ലൈഡ്, മെറി ഗോ റൗണ്ട് എന്നിവയും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. മാത്രമല്ല, സ്കൂൾ ഓഡിറ്റോറിയം സീലിംഗ് ചെയ്ത് ലൈറ്റുകളും ഫാനുകളും ഇട്ട് സൗകര്യപ്രദമാക്കി തന്നതും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്യൂസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം, പ്ലാസ്റ്റിക് പേന ശേഖരണം എന്നിവ നടത്തി. അന്ന് വിദ്യാലയ മുറ്റത്ത് പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ചെമ്പകത്തൈ നടുകയും ചെയ്തു. ജൂൺ 19 വായനാ ദിനം മുതൽ 1 മാസം നീണ്ടുനിന്ന വിവിധ സാഹിത്യ പ്രവർത്തനങ്ങളും മത്സരങ്ങളും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നടത്തുകയുണ്ടായി. ജൂൺ 21 അന്തർദേശീയ യോഗ ദിനത്തിൽ യോഗ പരിശീലനം നടന്നു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ എല്ലാ കുട്ടികളും അധ്യാപകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. സൂംബ നൃത്ത പരിപാടിയുടെ പരിശീലനം സ്കൂളിൽ നടത്തപ്പെട്ടു. 1-ാം തരം മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതിനായി PTA നിയമിച്ച ഒരു കമ്പ്യൂട്ടർ അധ്യാപികയുണ്ട്. കൂടാതെ ക്ലീനിങ്ങിനായി ഒരു സ്റ്റാഫിനെയും PTA മുഖാന്തരം നിയമിച്ചിട്ടുണ്ട്. ജൂലൈ 5 ബഷീർ ദിനത്തിൽ പ്രത്യേക അസംബ്ലി നടത്തുകയും ബഷീർ കഥകളുടെ രംഗാവിഷ്കാരം കുട്ടികൾ നടത്തുകയും ചെയ്തു. നിപ ബാധയെ തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോണിൽ അകപ്പെട്ട GMUPയിലെ കുട്ടികളുടെ കുടുംബങ്ങളിൽ അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ എന്നിവ അടങ്ങിയ കിറ്റ് അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു.
ജൂലൈ 21 മുതൽ 25 വരെ ചാന്ദ്രവാരാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വിവിധ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. ജൂലൈ 31 പ്രേംചന്ദ് ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വിവിധ ഹിന്ദി പ്രവർത്തനങ്ങൾ നൽകി. ഓഗസ്റ്റ് 1 തീയതി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചിത്രകാരൻ കൂടിയായ ശ്രീ സുധീർ മാസ്റ്റർ നിർവഹിച്ചു. എക്സിറ്റ് പോൾ അടക്കം ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഭംഗിയായി നടന്നു. 7B ക്ലാസ്സിലെ ഐഫ പർവീൻ സ്കൂൾ ലീഡറായും 7B ക്ലാസ്സിലെ മുഹമ്മദ് ഹർഷിദ് ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓഗസ്റ്റ് 15 കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളോടെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം സമുചിതമായി നടത്തപ്പെട്ടു. വിവിധ സ്വാതന്ത്ര്യ സമര മുഹൂർത്തങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. ഓഗസ്റ്റ് 29 പൂക്കള മത്സരം, ഓണസദ്യ, വിവിധ ഓണക്കളികൾ, വടംവലി, അധ്യാപികമാരുടെയും രക്ഷിതാക്കളുടെയും മെഗാ തിരുവാതിര എന്നിവയെല്ലാമായി ഗംഭീരമായി ആഘോഷിക്കപ്പെട്ടു. സ്കൂൾ തല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സോഷ്യൽ സയൻസ്, പ്രവൃത്തി പരിചയ മേള, സ്കൂൾ കലോത്സവം എന്നിവ 18/9/2025, 9/10/2025 എന്നീ തീയതികളിൽ നടന്നു. സെപ്റ്റംബർ 23 നായാടിക്കുന്ന് സ്റ്റേഡിയത്തിൽ വെച്ച് കുട്ടികളുടെ സ്കൂൾ തല സ്പോർട്സ് ഗംഭീരമായി നടത്തപ്പെട്ടു. മണ്ണാർക്കാടിന്റെ യുവഗായിക ആയിഷ ഫിൽവയാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഹരിതസേനാംഗങ്ങളുമായി 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ നടത്തിയ അഭിമുഖവും അവർക്ക് ഉപഹാരം നൽകിയതും വേറിട്ട പ്രവർത്തനമായി. 1, 2, 3 ക്ലാസ്സുകാർ നടത്തിയ അപ്പാണ്യം പലഹാരമേളയും പ്രീ പ്രൈമറി കുരുന്നുകൾ തയ്യാറാക്കിയ ഫ്രൂട്ട് സാലഡ് നിർമ്മാണവും വിവിധ ക്ലാസുകൾ പഴങ്ങൾ കൊണ്ടുവന്ന് തയ്യാറാക്കിയ കത്തുപാട്ടും ശ്രദ്ധേയമായി. സോണൽ LP തല കലോത്സവത്തിൽ 16 വിദ്യാലയങ്ങളെ പിന്തള്ളി LP വിഭാഗം ചാമ്പ്യന്മാരാകാൻ കഴിഞ്ഞത് LP വിഭാഗം അധ്യാപകരുടെയും കുട്ടികളുടെയും കർമ്മോത്സുകതയുടെ മറ്റൊരു പൊൻതൂവലാണ്. വിവിധ ഉപജില്ലാ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഗ്രേഡും സർട്ടിഫിക്കറ്റും നേടുകയും ചെയ്തു. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ഒരു വേദി നമ്മുടെ വിദ്യാലയമായിരുന്നു. ഇവിടുത്തെ പരിപാടികൾ കുറ്റപ്പറ്റ രീതിയിൽ നടത്താൻ അധ്യാപകരും PTA പ്രതിനിധികളും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചു. UP വിഭാഗം ഒപ്പന മത്സരത്തിൽ വിവിധ ടീമുകളെ പിന്നിലാക്കി ഉപജില്ലാ കലോത്സവത്തിൽ GMUPയുടെ വിദ്യാർത്ഥിനികൾ 4ാം സ്ഥാനം നേടി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഹരിതസേന സ്കോളർഷിപ്പിന് നമ്മുടെ വിദ്യാർത്ഥികളായ സലാഹുദ്ദീൻ, അക്ഷയ് കൃഷ്ണ, ഐഫ പർവീൻ, ഐമൻ എന്നിവർ അർഹരായി. സംസ്ഥാനതല ഇൻക്ലൂസീവ് സ്പോർട്സിൽ നമ്മുടെ വിദ്യാലയത്തിലെ ഹൻഫ സമ്മാനം നേടിയത് അഭിമാനമായി. ആ മത്സരത്തിൽ പാലക്കാട് ജില്ലയായിരുന്നു ചാമ്പ്യന്മാരായത്. ആ വിജയത്തിൽ നമ്മുടെ ഹൻഫയും പങ്കാളിയായി. നവംബർ 14 ശിശുദിനത്തിൽ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾക്ക് വിവിധ കലാപരിപാടികൾ നടത്തി. അന്ന് എല്ലാവർക്കും സ്പെഷ്യൽ ഫുഡും ഉണ്ടായിരുന്നു. സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ അതിൽ അംഗങ്ങളായ കുട്ടികൾക്കായി ത്രിദിന സഹവാസ ക്യാമ്പ് നവംബർ 21, 22, 23 തീയതികളിലായി നടന്നു. പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളെ നവംബർ 28 ചെത്തല്ലൂരുള്ള വിനോദ കേന്ദ്രത്തിലേക്ക് വിനോദയാത്ര കൊണ്ടുപോയി. ഡിസംബർ 1 തീയതി പേവിഷബാധയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്കായി നടത്തപ്പെട്ടു. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ HM, അധ്യാപകർ, കുട്ടികൾ എന്നിവർ അവർക്ക് സമ്മാനങ്ങളുമായി എത്തി. അന്ന് കുട്ടികൾക്ക് പോസ്റ്റർ നിർമ്മാണ മത്സരവും നടന്നു. ഡിസംബർ 23 കേക്ക് വിതരണം, ക്രിസ്തുമസ് കരോൾ എന്നിവയുമായി ഗംഭീര ക്രിസ്തുമസ് ആഘോഷം നടന്നു. GMUP കരോൾ ടീം AEO, DU ഓഫീസ്, ട്രഷറി, മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. അന്ന് കുട്ടികൾക്ക് അൽഫാമും മന്തി റൈസും നൽകി. ക്രിസ്തുമസ് അവധിക്കാലത്ത് നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് തെങ്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ NSS വിഭാഗം സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തുകയുണ്ടായി. എല്ലാ ക്ലാസ്സുകാർക്കുമുള്ള പഠനയാത്രകൾ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾക്ക് വിരഗുളിക നൽകി. ആഴ്ചതോറും അയൺ ഫോളിക് ഗുളികകൾ വിതരണം ചെയ്തു വരുന്നു. ജനുവരി 16 തീയതി പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളുടെ വാർഷികം ബ്ലൂമിയ 2K26 ഗംഭീരമായി നടത്തപ്പെട്ടു. കുമാരി തീർത്ഥ സുഭാഷ് മുഖ്യ അതിഥിയായിരുന്നു. വർണ്ണാഭമായ പരിപാടികളാണ് കുഞ്ഞുങ്ങൾ കാഴ്ചവെച്ചത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, മണ്ണാർക്കാട് BPC, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വേദി സമ്പന്നമായിരുന്നു. ജനുവരി 20 മുതൽ 6 ആഴ്ചകൾ നീണ്ടുനിന്ന സ്നേഹം പൊതു പദ്ധതി സ്കൂളിൽ നടത്തിയിരുന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനാഘോഷം, മധുര വിതരണം, പതാക ഉയർത്തൽ, കുട്ടികളുടെ വിവിധ പരിപാടികൾ എന്നിവയോടെ ഗംഭീരമായി നടത്തി.
ഫെബ്രുവരി 12-ാം തീയതി സ്കൂളിലെ കുട്ടികളുടെ പഠന മികവ് പ്രദർശിപ്പിക്കുന്ന പഠനോത്സവം ഗംഭീരമായി നടത്തി. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് AEO പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രവർത്തന മികവുകളെ AEO സർ അഭിനന്ദിച്ചു. PTA പ്രസിഡന്റ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, കൗൺസിലർമാർ എന്നിവർ അഭിനന്ദിച്ച് സംസാരിച്ചു. അന്ന് സ്പെഷ്യൽ ഫുഡും ഉണ്ടായിരുന്നു. 17-2-26 UP വിഭാഗം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം മണ്ണാർക്കാട് ബ്രിഡ്ജസ് ടർഫിൽ നടത്തപ്പെട്ടു. വളരെ ആവേശകരമായ മത്സരത്തിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സജ്ജന ടീച്ചർ നിർവഹിച്ചു. എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. മാർച്ച് 10-ന് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകവും യൂണിഫോമും വിതരണം നടത്തി. വിതരണോദ്ഘാടനം ശ്രീ അബൂബക്കർ സാർ മണ്ണാർക്കാട് AEO ആണ് നിർവഹിച്ചത്. കൈതച്ചിറ ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾക്കായി ഒരു സ്കൂൾ ബസ് എന്നത് GMUPയുടെ ഒരു സ്വപ്നമായിരുന്നു. കഴിഞ്ഞ 3-4 വർഷം അതിനായുള്ള പരിശ്രമം നടന്നിരുന്നു എങ്കിലും വിജയം കാണാൻ കഴിഞ്ഞിരുന്നില്ല. ബഹുമാനപ്പെട്ട MLA ശ്രീ N ഷംസുദ്ദീൻ ബസ് അനുവദിച്ചു തന്നു എങ്കിലും നിയമപ്രശ്നങ്ങൾ പിന്നെയും കാലതാമസം വരുത്തി. ബഹുമാനപ്പെട്ട MLA, PTA പ്രതിനിധികൾ, HM, മറ്റ് അധ്യാപകർ എന്നിവർ നടത്തിയ നിരന്തര പരിശ്രമത്തിനൊടുവിൽ മാർച്ച് 25-ന് മൂന്നാമതൊരു ബസ് കൂടി GMUPയുടെ സ്വന്തമായി. ഇത് ഏറെ അഭിമാനത്തിന് വക നൽകുന്നതാണ്. ബസ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് സ്കൂളിലെത്തിയ ദിവസം കുട്ടികൾക്ക് മന്തി റൈസും ചിക്കനും നൽകി. പിറ്റേ ദിവസം പായസ വിതരണവും ഉണ്ടായി. പുതിയ ബസ്സിൽ അധ്യാപകരും കുട്ടികളും കൈതച്ചിറ ഭാഗത്തേക്ക് യാത്ര നടത്തി. സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടി, മുട്ട, പാൽ എന്നിവയുടെ വിതരണം കൃത്യമായി നടക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും കുട്ടികൾക്ക് സമൃദ്ധമായി സ്പെഷ്യൽ ഫുഡ്, പായസം എന്നിവ നൽകുന്നുണ്ട്. 3-5 ക്ലാസുകളിലെ പഠന പിന്നാക്കാവസ്ഥയുള്ള കുട്ടികൾക്കായുള്ള ശ്രദ്ധ പദ്ധതി വളരെ നല്ല രീതിയിലാണ് സ്കൂളിൽ നടന്നു വന്നത്. അവർക്കുള്ള അവധിക്കാല പ്രവർത്തനങ്ങൾക്കുള്ള പഠന സാമഗ്രികളുടെ വിതരണവും നടത്തി. GMUP സ്കൂളിന്റെ ഏറ്റവും വിജയകരമായി കഴിഞ്ഞ വർഷം മുതൽ നടത്തിവരുന്ന തനത് പ്രവർത്തനമാണ് GK ക്ലബ് പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഭാഗമായി എല്ലാ ദിവസവും എല്ലാ ക്ലാസ് ഗ്രൂപ്പുകളിലും 5 ജനറൽ ക്വിസ് ചോദ്യോത്തരങ്ങൾ വീതം നൽകുന്നു. അതിൽ നിന്ന് മാസം തോറും കുട്ടികൾക്ക് ഓഫ്ലൈനായും രക്ഷിതാക്കൾക്ക് ഓൺലൈനായും മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. വിജയികളായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സമ്മാനം, സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകി വരുന്നു. വർഷാവസാനം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഓഫ്ലൈനായി വിദ്യാലയത്തിൽ വെച്ച് മെഗാ ക്വിസ് സംഘടിപ്പിക്കുകയും ആകർഷകമായ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കളിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട AEO സർ നമ്മുടെ ഈ ഉദ്യമത്തെ അകമഴിഞ്ഞ് പ്രശംസിച്ചത് അഭിമാനകരമാണ്. ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് അനുസ്യൂതം ഈ പരിപാടിയുടെ ചലനാത്മകത നിലനിർത്തുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്ന ഏതൊരു പരിപാടിയും സ്കൂൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. GMUPയുടെ ഇന്നത്തെ ഭൗതിക സൗകര്യങ്ങൾ എക്കാലത്തെക്കാളും മികച്ചതാണ്. എല്ലാ വർഷവും ഓരോ ക്ലാസ്സിലെയും മികച്ച 2 കുട്ടികൾക്ക് അധ്യാപകർ സ്പോൺസർ ചെയ്യുന്ന എൻഡോവ്മെന്റ് നൽകി വരുന്നു. കൂടാതെ 2 മികച്ച ഔട്ട്ഗോയിങ് സ്റ്റുഡൻസിനും സമ്മാനം നൽകി വരുന്നുണ്ട്. 2022 മുതൽ LSS USS ജേതാക്കൾക്കുള്ള എൻഡോവ്മെന്റ് സ്പോൺസർ ചെയ്തു വരുന്നത് മുൻ പ്രധാന അധ്യാപകനായ ശ്രീ KK വിനോദ് കുമാർ മാസ്റ്ററാണ്. അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുന്നു. പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ട്രോഫി എല്ലാ വർഷവും നല്ലവരായ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് സ്പോൺസർ ചെയ്യുന്നത്. പാഠ്യപദ്ധതിയിലും പാഠ്യേതര പദ്ധതിയിലും ഇന്ന് നമ്മുടെ സ്കൂൾ മികച്ചു നിൽക്കുന്നു. പ്രവർത്തന നിരതരായ അധ്യാപക വൃന്ദവും കർമ്മകുശലരായ PTA അംഗങ്ങളും ഉള്ളപ്പോൾ നമ്മുടെ വിദ്യാലയം ഇനിയും പുരോഗതി കൈവരിക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഈ റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.